പോകാം. നിങ്ങളുടെ പാത്തോന്റെ അടുത്തേക്ക് പോയിക്കോ. പാത്തു അവിടെ അവൾക്ക് പെരുന്നാൾ ഡ്രസ് എടുക്കാം. നിങ്ങൾക്കൊക്കെ വേണ്ടത് പട്ടവാടിയും കുപ്പായും അല്ലേ? നിങ്ങൾ അവിടെ പോയി എടുത്തോ. ഞങ്ങൾ ഇപ്രാവശ്യം സാരി എടുക്കാൻ പോകുന്നേ. ഞങ്ങൾക്ക് സാരി മതി. ഞങ്ങൾ സാരിയല്ല ദാവണി പോലെ എടുക്കാൻ ഉദ്ദേശിക്കുന്നേ. അത് നിങ്ങൾക്ക് ഇട്ടാ ഭംഗി ഉണ്ടാവില്ല. നിങ്ങൾക്ക് പട്ടുപാവാടിയാ അമ്മ പറഞ്ഞിരിക്കുന്നേ. പട്ടില്ല ചേച്ചി, എനിക്ക് വേണം ദാവണി. വേണം പറഞ്ഞത് കേക്ക്. നീ എന്റെ കയ്യിൽ മേടിക്കൂ. അങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്ക് വേണം. ഇവരെന്തുവാ ഇങ്ങനെ? എനിക്ക് വേണം. അവള് പോയി, നമുക്ക് പോയി ദാവണി സെറ്റാക്കാം. ഓ, ഈ അനിയത്തിമാർക്ക് വെറുതെ അല്ലേടി? അതെ, ഒരു ഉപകാരമില്ലാത്ത സാധനങ്ങൾ പറയാനുണ്ടോ? നീ വാ, നമുക്ക് ദാവണി നോക്കാം. നീ വാ, നമുക്ക് വിഷുവിന് തിളങ്ങാനുള്ളതാ. ഡ്രസ് എടുക്കണ്ടേ? അവരുടെ ദേഷ്യമൊക്കെ നീ അവിടെ വിട്. ഹോ, അവർക്ക് നമ്മൾ എന്ത് ചെയ്യുന്നോ അത് തന്നെ ചെയ്യണം. അതൊന്നും ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. കുട്ടികളെ, ഏതായിട്ടും വേണ്ടത്? രണ്ടുപേർക്കും ഒരുപോലെയുള്ള ദാവണി നോക്കണം. ദാവണിയോ? അത് കുറവല്ലേ മോളെ? കുറച്ച് കളക്ഷൻസ് ദാവണിന്റെ വന്നിട്ടുള്ളൂ. വിഷു ആവുന്നതല്ലേ ഉള്ളൂ. ഉള്ള കളക്ഷൻസ് മതി. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഞങ്ങൾ ഇവിടുന്ന് എടുത്തോളാം. കളക്ഷൻസ് കാണിക്കാൻ വേണ്ടി. ഓക്കെ മോളെ, ഈദ് കളക്ഷൻസ് ഒക്കെ വേണോ? ആ, ഈദിന്റെ ഡ്രസ് വേണം. ആദ്യം ദാവണി നോക്കാം. ഇതാണിപ്പോ ലേറ്റസ്റ്റ് ട്രെൻഡിങ്. ഇത് ഭംഗിയുണ്ടടി. നല്ല ഭംഗിയുണ്ട്. എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടു. എന്നാ ഇനി ഇത് പോലത്തെ 3 കൂടിയേ ഉള്ളൂ. അതുകൂടി കാണിച്ചു തരാം. വേണ്ട, ഇത് തന്നെ മതി. ആണോ? എന്നാ നമുക്കിത് പാക്ക് ചെയ്യാം. ഓക്കെ. എടി, അവസാനം മാറ്റിക്കാൻ വരരുത്. ഇല്ലടി, അവസാനം ഈ മാറ്റിക്കാനൊന്നും വരുന്നില്ല. ഇത് തന്നെ മതിയില്ലേ? പിന്നെ അത് നല്ല രസമുണ്ട്. അത് തന്നെ മതി. എന്താ അമ്മു ഇത്? എന്താ അമ്മേ, എന്താ പ്രശ്നം? നീ എന്തിനാ അമ്മൂനെ അടിച്ചത്? ഞാൻ എപ്പോഴാ അമ്മ അമ്മൂനെ അടിച്ചത്? അടിച്ചു ഒരുപാട് തവണ. ഇല്ല ആന്റി, അമ്മു അടിച്ചിട്ടില്ല. ദേവു, നീ അവളുടെ ഭാഗ്യം പറയുന്നത് എനിക്കറിയാം. കുഞ്ഞിനാളിലെ ഇങ്ങനെയുള്ള അടികളൊന്നും പാടില്ല. അവൾ അടിച്ചിട്ടില്ല ആന്റി, സത്യം. അമ്മേ, ഇവൾ കള്ളം പറയുവാ. ഞാൻ അടിച്ചിട്ടില്ല. ആരാ കള്ളം പറയുന്ന? ഇപ്പൊ തെളിയിച്ചരാം. എന്താ അമ്മേ? നീ തന്നെയാ കള്ളം പറയുന്നത്. നീ തന്നെയാ. ഈടേ, നിന്റെ കള്ളങ്ങൾ കുറച്ച് കൂടുതലുണ്ട്. അമ്മ, ഞാനല്ല. പിന്നെ പിന്നെ ആരാ? എനിക്കൊന്നും അറിയത്തില്ല. ഇവൾ പച്ച കള്ളുവാ പറയുന്നത്. ചേച്ചി എന്നെ അടിച്ചു 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 അടിച്ചു. ഞാൻ ചേച്ചിയെ പോലെ ദാവണി വാങ്ങാന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു വഴക്ക് പറഞ്ഞെന്നറിയോ? നീ തന്നെയല്ലേ ഇവിടെ വഴക്ക് പറഞ്ഞത്? അടിച്ചില്ല. ഓക്കെ, വഴക്ക് പറഞ്ഞില്ലേ? അത് അമ്മേ, ഞാനല്ല. എന്ത് ഇത്? ഇതേ വീടൊന്നുമല്ല. എന്താണ് ശാലിനി? ഇവര് ഷോപ്പിംഗ് മാളിൽ വെച്ച് അടി വെക്കുന്നു. അതിന് നീ ഇങ്ങനെ ഒരു കൾച്ചറില്ലാതെ വഴക്ക് പറയുന്നു. ഇത് സ്വന്തം വീടില്ലെന്ന് ആലോചിച്ചിട നിനക്ക്? അത് നിങ്ങളൊക്കെ ഈ ഷോപ്പിലേക്ക് കൊണ്ടുവരാൻ പറഞ്ഞത് ഏട്ടത്തിയാ. ഏട്ടത്തി പറഞ്ഞില്ലായിരുന്നെങ്കിൽ നിങ്ങൾ ഞാൻ കൊണ്ടുവരില്ലായിരുന്നു. നിങ്ങൾ ആരാ എന്റെ അമ്മയെ വഴക്ക് പറയാൻ? നിങ്ങൾ എന്റെ ഏട്ടന്റെ വണ്ടിയിലല്ലേ വന്നത്? അതിനെ ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഡ്രസ് എടുക്കാൻ വന്നല്ല. ഞങ്ങളെ എല്ലാ പ്രാവശ്യം വിഷുവിന് ഒരുമിച്ച് ഡ്രസ് എടുക്കാൻ പോക്കെ. നിങ്ങൾ ഇപ്രാവശ്യം ഞങ്ങളുടെ കൂടെ കൂടിയതല്ലേ? വേണ്ട, അമ്മയെ പോലെ പാവമാവനെന്ന് എന്നെ കൊണ്ട് വയ്യ. അമ്മയെ പോലെ പാവമല്ല അമ്മു ചേച്ചി. അതുപോലെ ഒന്നല്ല ഞാൻ. എനിക്കൊരു സ്റ്റാറ്റസ് ഉണ്ട്. നിങ്ങൾ എന്റെ കൂടെ വന്നെന്ന് പറയാൻ എനിക്ക് വളരെയധികം ലജ്ജ തോന്നുന്നു. എന്റെ ശാലിനി, ഇത് അത്യാവശ്യം സ്റ്റാൻഡേർഡിൽ പെരുമാറണ്ടേ? ഞാനിതൊന്നും നീ ഒന്നും പറയില്ല. വെറുതെ ഇല്ല. എന്റെ മകൾക്ക് നിങ്ങളോടൊക്കെ വെറുപ്പ്, തീരാത്ത വെറുപ്പ്. ആന്റി, ആന്റി എന്തിനാ ഇവരെ? ഞങ്ങൾ തമ്മിലുള്ളതാണ്. ഇതിനിടെ ദേവു, നീ ഇടപെടണ്ട. എനിക്കൊരു വിഷു ഡ്രസ് വേണ്ട, ഒരു കുന്തം വേണ്ട. പ്രശ്നമാക്കണ്ട. ഞാൻ ഇങ്ങനെയായി പോയി. വളർന്നത് ആ രീതിയിലല്ലേ, അതുകൊണ്ടാ. ക്ഷമിക്കണം ആന്റി. മോളെ, നിങ്ങൾ ആന്റിയും കൂടി ഡ്രസ് എടുത്തു. ശാലിനി എനിക്ക് മടുത്തു. ഇനി വിഷു ഒന്നും വേണ്ട. ആന്റി, ഞാൻ അമ്മു നമുക്ക് പോവാം. അപ്പൊ അമ്മ എന്റെ ദാവണി ഇപ്പൊ അവരൊക്കെ എടുത്തോട്ടെ. നമുക്ക് പിന്നെ ഒറ്റയ്ക്ക് വന്ന് എടുക്കാം. നമ്മൾ ഇവരുടെ കൂടെ എടുത്താൽ അത് ഇവർക്ക് നാണക്കേടാവും. നമുക്ക് പിന്നെ വന്ന് എടുക്കാം മോളെ. ആന്റി, ആന്റി നിക്ക് ആന്റി. എന്തിനാ ആന്റി? പാവം ശാലിനി ആന്റി ഒരുപാട് വിഷമിച്ചു. നിനക്ക് ആ ആന്റിയാണോ ഞാനാണ് പ്രധാനം? രണ്ടുപേരും എനിക്ക് ഒരുപോലെയാ. എനിക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ല. അവളുടെ ആറ്റിറ്റ്യൂഡ് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല. എന്തൊക്കെയാ ഈ ഒരു പബ്ലിക്കിൽ നിന്ന് പറഞ്ഞത്? അവള് കുട്ടികളുടെ വഴക്കൊക്കെ അങ്ങ് വീട്ടിലാ, വലുത് പുറത്ത് വെച്ചും എങ്ങനെയല്ല. ആന്റി, ശാലിനി അതൊന്നും. നിങ്ങൾ എന്തിനാ ഇവരെ പോലെയുള്ളവർക്ക് കൂടെ കൂട്ടുന്നേ? നമുക്ക് എല്ലാവർക്കും എടുത്ത പോരെ? വെറുതെ എന്തിനാ ഇവരൊക്കെ കൂടെ കൂട്ടാൻ നിൽക്കുന്നേ? ആന്റി, നിങ്ങൾ വിചാരിക്കുന്ന പോലെ അവർ അങ്ങനെയുള്ളവരൊന്നുമല്ല. അവരുടെ വഴക്ക് ആന്റി ഒന്ന് ജസ്റ്റ് തീർക്കാന്ന് വിചാരിച്ചു കാണും. എന്റെ അമ്മ എങ്ങനെ തന്നെയാ. ഞാൻ പിന്നെ ഒന്നും പറയാത്തതാ. എന്താ ആന്റി? ആന്റിക്ക് ഇപ്പൊ എന്താ പറ്റിയത്? എനിക്ക് എന്തെങ്കിലും പറ്റിക്കോട്ടെ, അതിനിപ്പോ നിങ്ങൾക്കെന്താ? നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കാര്യം നോക്കിയാൽ മതി, എന്റെ കാര്യം നോക്കണ്ട. ആന്റി, ആന്റിക്ക് എന്താ പറ്റിയത്? ഇതുവരെ ആന്റി ക്ലാര ഞങ്ങളോട് ചെയ്തതിനൊക്കെ ഞങ്ങളോട് ക്ഷമ ചോദിച്ചത് ആന്റി. ഇപ്പൊ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നേ? നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടാ, ഞങ്ങൾ പുറത്താ. അതെനിക്ക് മനസ്സിലായി. നിങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ട് തന്നെയാ. ഞാൻ എപ്പോഴും പുറത്തായിരിക്കും. അതെനിക്ക് മനസ്സിലാക്കി തന്നത് എന്റെ മോളാ. ആന്റി വിചാരിക്കുന്ന പോലെ ഒന്നുമില്ല ആന്റി. ആന്റി വിചാരിക്കുന്ന പോലെ ഞങ്ങൾ ആന്റി ഒറ്റപ്പെടുത്തിയിട്ടൊന്നുമില്ല. ആന്റി ഞങ്ങൾക്ക് അറിയില്ലേ? നിങ്ങൾ ഫുൾ അഭിനയമാ, ഞാൻ കണ്ടു. എന്താ സംഭവിച്ചതെന്ന് പറയുന്നില്ല. എനിക്ക് ഇത്രയും ദേഷ്യം കാരണം ഞാൻ പറയുന്നില്ല. എന്താ സംഭവിച്ചിട്ടുണ്ട്? അല്ലാതെ ആന്റി ഇങ്ങനെയൊന്നും പ്രതികരിക്കത്തില്ല. എന്തായിരിക്കും സംഭവിച്ചത്? എന്ത് സംഭവിച്ചാലും ഇനിയിപ്പോ ആന്റി ക്ലാരയുടെ കൂടെ ആയല്ലോ. ആന്റി ഞങ്ങൾക്ക് സപ്പോർട്ടായിരുന്നു. ഇപ്പൊ ആന്റി ക്ലാരയുടെ കൂടെ ഇനിയിപ്പോ എന്ത് ചെയ്യും?
ഗൈസ്, വീഡിയോയിലോട്ട് കിടക്കുന്നതിന് എല്ലാവർക്കും ഇത് മുബാറക്. പിന്നെ ഒരു കമന്റ് ക്ലാരിഫൈ ചെയ്യാനുണ്ട് കേട്ടോ. ഇതാണ് കമന്റ്. ഇത് കണ്ടപ്പോഴാണ് നമുക്ക് തോന്നിയത് നമ്മുടെ പ്രേക്ഷകർക്ക് നമ്മൾ ഈ നെയിംസ് മാറ്റുന്നതുകൊണ്ട് കാണാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ടെന്ന്. ഞാനത് ഓർത്തില്ല. എൻ്റെ കമന്റ് ബോക്സിനടിയിൽ കുറേ പേര് വന്നിട്ട് പഴയ പേര് വേണം ചേച്ചി അങ്ങനെയൊക്കെ പറയുന്നത് കേട്ടു. അതുകൊണ്ടാണ് ഞാൻ പഴയ പേര് തന്നെ സീസൺ 1 പേരുകൾ തന്നെ സീസൺ 2 കൊടുത്തത്. അതിന് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ല എന്ന് എനിക്ക് പറയണേ. ഇനി നമ്മൾ ഇപ്പം ഇട്ടേക്കുന്ന ആ ഒരു പേര് വെച്ചായിരിക്കും എല്ലാ എപ്പിസോഡും. ഇനി നമ്മളത് മാറ്റില്ല കേട്ടോ. ഇപ്പോൾ കാണുന്നത് നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ ഇതുപോലെ കമൻറ്റ് രേഖപ്പെടുത്തട്ടോ. ഈ കമൻറ്റ് എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഇനി റിപ്ലൈ കൊടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വീഡിയോയിൽ റിപ്ലൈ തരാൻ വിചാരിച്ചു കേട്ടോ. ഇതുപോലെ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും എന്തെങ്കിലും പറയണമെന്നുണ്ടെങ്കിൽ പറയാം. ഇതിപ്പോൾ ഈ കമൻറ്റ് കണ്ടതുകൊണ്ടാണ് ഞാൻ ഈ പേര് മാറ്റി കളിക്കുകയാണോ നിങ്ങൾക്ക് തോന്നരുത്. അതുകൊണ്ടല്ല, നിങ്ങൾക്ക് കംഫർട്ട് ആയിട്ടുള്ളത് സീസൺ 1 പേരുകളായതുകൊണ്ടാണ്. ഇനി പെട്ടെന്ന് അത് മാറ്റുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പ്രയാസം തോന്നുമെന്ന് കരുതിയിട്ടാണ് ഞാൻ വീണ്ടും പഴയ പേര് തന്നെ ഇട്ടത്. ഇനി ഒരിക്കലും നമ്മൾ ഒരു എപ്പിസോഡിലും ഇങ്ങനെ പേരുകൾ ചേഞ്ച് ചെയ്യില്ല കേട്ടോ. പേര് ചേഞ്ച് ചെയ്ത് ഇനി ഒരിക്കലും നമുക്ക് തിരിച്ച് പഴയ പേരാക്കിയിട്ടുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് അതൊരു ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് എല്ലാവരും ഇതുപോലെ എന്തെങ്കിലും പ്രശ്നം വീഡിയോസിലുണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. എന്നാലേ എനിക്ക് എൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ പറ്റൂ കേട്ടോ. ഈ കമൻറ്റ് ഇട്ട ആളെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എങ്ങനെ എനിക്ക് പറഞ്ഞു തന്നതിന് ഒരുപാട് താങ്ക് യു. കമൻറ്റ് ഇട്ടാക്കൊരു വിഷമം തോന്നരുതെന്ന് കരുതിയാണ് ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ലായിരുന്നു. അപ്പോൾ ഒരു ലോങ് റിപ്ലൈ നമുക്ക് കൊടുക്കുന്നത് അത്ര നല്ലതെന്ന് കരുതിയാണ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയത്. ഞാനൊരു റിപ്ലൈ ആയിട്ട് കൊടുത്താട്ടോ. എനിക്ക് കമൻറ്റ് ഇട്ടാൽ ഒരുപാട് ഇഷ്ടപ്പെട്ടു. അയാൾ പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ആ ഒരു ഡിസ്കംഫർട്ട് എനിക്ക് മനസ്സിലായത്.